അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു 30,000-നും 40,000 രൂപയ്ക്കും ഇടയിൽ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ പൈസ ഇരിപ്പുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ലപോലെ മൈലേജ് കിട്ടുന്ന, എല്ലായിടത്തും സർവീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു 6 ബൈക്കുകളെ കുറിച്ചാണ്. അപ്പോൾ വേറെ പറഞ്ഞു നീട്ടുന്നൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹീറോ ഹോണ്ടയുടെ ബൈക്കുകളാണ്. ഇപ്പോൾ ഒരു 40,000 രൂപ വരെ, 30,000-40,000 ഇടയിൽ നമ്മൾ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന രണ്ട് വണ്ടികളാണ്. ഒത്തിരി വണ്ടികളുണ്ട് ഹീറോ ഹോണ്ടയുടെ, എന്നാൽ തന്നെയും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന 2 വണ്ടികളാണ്. ഒന്ന് ഗ്ലാമറാണ്. 40,000 വരെയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 2016, 2017 ഗ്ലാമർ കിട്ടുന്നതാണ്. പുതിയ ഷേപ്പ് ആയിരിക്കില്ല, പഴയ ഷേപ്പ് തന്നെ ആയിരിക്കും. എന്നാൽ തന്നെയും അത്യാവശ്യം ഒരു 55 റേഞ്ച് മൈലേജ് കിട്ടും. സർവീസ് എല്ലാവരും ചെയ്യും, എല്ലാ വർക്ക്ഷോപ്പുകളും ചെയ്യുന്നുണ്ട്. 2017 വണ്ടികൾക്ക് വരെ 16-17 എല്ലാ വർക്ക്ഷോപ്പുകാരും സർവീസ് തരുന്നതാണ്. മെയിൻ്റനൻസും വലുതായിട്ടൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല നിവർന്നിരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാം. 40,000 വേണ്ടി നമുക്ക് 2017 ഗ്ലാമർ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഒരു 40,000 റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്കൊരു പാഷൻ പ്രോ കിട്ടും. പാഷൻ പ്രോ ഏകദേശം നമുക്കൊരു 2016 മോഡൽ വരെയൊക്കെ കിട്ടും. 40,000 റേഞ്ച് ഉണ്ടെങ്കിൽ ഒരു 35 രൂപ, 40 റേഞ്ചിൽ 16, ചിലപ്പോൾ 17 കിട്ടുന്നുണ്ട്. ഇപ്പോൾ പാഷൻ പ്രോനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലല്ലോ. കുറച്ചുകൂടി മൈലേജ് കിട്ടും. 60-70 മൈലേജ് കിട്ടുന്നതാണ്. 110cc വണ്ടി, സെൽഫ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരും. ഒരു 1 സൈഡ് ഡിജിറ്റൽ മീറ്റർ വരും, ഓഡോമീറ്റർ എല്ലാം ഉണ്ടാവും. വലിയ തലവേദന ഇല്ലാത്ത വണ്ടിയാണ്. പീരിയോഡിക്കലായിട്ട് സർവീസ് ചെയ്തുകൊണ്ട് നടന്നാൽ പീസ് ഓഫ് മൈൻഡാണ്, വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ നേരിട്ട് ഓടിച്ചു നടക്കാം. ഈ പറഞ്ഞ പൈസ എപ്പോൾ കൊടുത്താലും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് കിടക്കുന്ന ഹോണ്ടയിലേക്കാണ്. ഹോണ്ടയിൽ മൈലേജ് കിട്ടുന്ന വണ്ടികൾ എന്ന് പറയാനായിട്ട് 2 വണ്ടികൾ നമുക്ക് പറയാം. ഒന്ന് ഹോണ്ട ഷൈനാണ്. നമുക്ക് 40,000 വരെ ബഡ്ജറ്റിന് നമുക്ക് അത്യാവശ്യം നല്ലൊരു മോഡൽ 2018-19 ഹോണ്ട ഷൈൻ വരെയും കിട്ടുന്നതാണ്. 4 സ്പീഡാണ്, എന്നാൽ തന്നെയും അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടും. ഓടിക്കുന്ന നല്ല സുഖമാണ്, ഒട്ടും ശബ്ദമില്ലാത്ത വണ്ടിയാണ്. ലോങ് റൈഡൊക്കെ പോകാൻ പറ്റുന്ന വണ്ടിയാണ്. ഒരു 55-60 വരെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. മറ്റൊരു വണ്ടി ഹോണ്ട യൂണിക്കോൺ ആണ്. ഒരു 40,000 വരെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 2014-2015 യൂണിക്കോൺ വരെ നമുക്ക് ലഭിക്കുന്നതാണ്. മൈലേജ് അത്ര വലുതായിട്ട് ഇമ്പോർട്ടൻസ് പറയാനില്ല, പക്ഷെ റൈഡിങ് കംഫർട്ട് അന്യായമാണ്, അസാധ്യ റൈഡിങ് കംഫർട്ടാണ്. യൂണിക്കോൺ മൈലേജ് പറയുന്നത് നമുക്കൊരു 50-52 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. എന്നാൽ തന്നെ ഒരു 45-50 ഇടയിൽ നോക്കിയാൽ മതി യൂണിക്കോൺ. പക്ഷെ നല്ല ലോങ് ഡ്രൈവ് ചെയ്യാം. ഹസിൽ ഫ്രീ ആണ്, ട്രബിൾ ഫ്രീ ആണ് വണ്ടി. പക്ക മെയിൻ്റനൻസ് ഫ്രീ ആണ്. കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരുന്നില്ല. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മളൊരു 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ് അത്യാവശ്യമായിട്ട് കൊടുത്താൽ തന്നെ ഈ പറഞ്ഞ പൈസ തന്നെ എപ്പോഴും കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഹോണ്ടയിൽ ഈ 2 വണ്ടികളാണ്. ഹോണ്ടയിൽ നമുക്ക് യൂണിക്കോണും ഷൈനുമാണ് ഈ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ അടുത്തതായിട്ട് ബജാജ് എന്ന് പറയുമ്പോൾ മൈലേജിൻ്റെ മെയിൻ വണ്ടികളാണെന്ന് അറിയാമല്ലോ. ബജാജിൽ നമുക്ക് 2018 CT100, 2019 CT100 എല്ലാം ഈ ഒരു 40,000 റേഞ്ചിൽ നമുക്ക് കിട്ടുന്നതാണ്. സെയിം തന്നെ 18-19 അല്ല കേട്ടോ, 40,000 വെച്ച് നമുക്കൊരു 19-20 CT100 വരെയും കിട്ടും. പ്ലാറ്റിനയിലാണെങ്കിൽ തന്നെയും 2020 വരെയും പ്ലാറ്റിന നമുക്ക് ഈ പറഞ്ഞ പൈസയിൽ 40,000 വരെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ്. ഉള്ളിൽ കൂടിയ വണ്ടി എടുക്കുന്ന അത്രയും തേയ്മാനം കുറവായിരിക്കും വണ്ടിക്ക്. പിന്നെ എന്താ പറയുക, സർവീസ് പക്ഷേ മോഡൽ കൂടിയ വണ്ടിയിലേക്ക് ചെല്ലുന്നവരും ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യേണ്ടി വരും. കാരണം മറ്റുള്ള മെക്കാനിക്കുകൾക്ക് അത്ര ഫെമിലിയർ ആയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ള മോഡലൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ തന്നെ അതൊന്നും അതിൻ്റെ ഫ്യൂൽ പമ്പ് ഒഴിച്ച് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊന്നും ഒരുവിധ മെക്കാനിക്കുകളായിരിക്കും അറിയാൻ പാടില്ല. അപ്പോൾ അവരത് പിടിക്കില്ല വണ്ടി. അത് തന്നെയാണ് ഇപ്പോൾ ആക്സസ്, ടോർക്ക് വണ്ടികളൊക്കെ പുതിയ മോഡൽ എടുക്കുന്നത്. ആരും എൻ്റെ അറിവിലുള്ള മെക്കാനിക്കുകളാരും തന്നെ അവരുടെ വർക്ക്ഷോപ്പുകളിൽ സർവീസ് ചെയ്യുന്നില്ല. എല്ലാം നേരിട്ട് ഷോറൂമിൽ കൊണ്ട് കൊടുക്കാറാണ് പറയുന്നത്. അപ്പോൾ നോക്കിക്കൊണ്ട് എടുക്കുക, വണ്ടി ഓടിച്ച് നോക്കി വൃത്തി കാര്യങ്ങളൊക്കെ നോക്കുക, പെയിൻറ്റിങ്, മെക്കാനിക്കൽ വർക്ക് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നല്ല വണ്ടി നോക്കി എടുക്കുക. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഇപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്നതിൻ്റെ തൊട്ടടുത്ത ജംഗ്ഷനിൽ എന്തായാലും ഒരു മെക്കാനിക്കിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ടാവും. നിങ്ങൾ അവിടെ കൊണ്ടുപോയി വണ്ടി എടുത്തിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അങ്ങനെ നോക്കിക്കൊണ്ട് എടുക്കുക വണ്ടി. ഞാനീ പറഞ്ഞ 6 വണ്ടികളാണ് നമ്മളൊരു 40,000 രൂപയുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വണ്ടികൾ. ബാക്കി നിങ്ങൾ ഇഷ്ടമാണ്. ഇപ്പോൾ യമഹയിലൊക്കെ ഒത്തിരി FC എല്ലാം വരുന്നുണ്ട്. പക്ഷേ അതുപോലെ ബജാജിൻ്റെ പൾസർ വരുന്നുണ്ട്. നമുക്ക് അത്ര വലിയ അഭിപ്രായമില്ല, കാരണം അത് ഡെയിലി യൂസ്, ഇപ്പോൾ ഡെയിലി പണിക്ക് പോകുന്ന ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് അത്ര യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളല്ല ഇത് രണ്ടും. എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റേതെങ്കിലും വണ്ടികളാണ് ഈ സെഗ്മെൻറ്റിൽ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിൻ്റെ പേരുകൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ചാനൽ വീഡിയോ കാണുന്ന എല്ലാ മെമ്പേഴ്സും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെല്ലായിരിക്കും. താങ്ക് യു സോ മച്ച്.